വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ഫുഡ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ പാലക്കാടൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിനു വേണ്ട ആവശ്യ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് സവാളയാണ്. സവാള ഞാൻ ഇതുപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റും ചെറിയ ഉള്ളി ചതച്ചതുമാണ്. പിന്നെ നമുക്ക് തക്കാളിയാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയും പുതിനയിലയുമാണ്. ഇത് ഞാൻ എൻ്റെ കൈ അളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു 1.5 ചെറുനാരങ്ങ വേണം. ഒരു 8 പച്ചമുളകും വേണം. പിന്നെ വേണ്ടത് തൈരാണ്. തൈര് ഞാൻ അവിടെ വെച്ച് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പാക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ചോടെ കാണിക്കാം. പിന്നെ വേണ്ടത് ഓയിലാണ്. പിന്നെ നെയ്യ്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ ഗരം മസാല. ഈ ഗരം മസാല എന്ന് പറയുന്നത് ഇതിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവ 3 പാടെ ചേർത്ത് പൊടിച്ചെടുത്ത ഒരു പൊടിയാണ് കേട്ടോ ഇത് ഗരം മസാല. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കേട്ടോ, അത് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്, അത് ഞാൻ വിട്ടുപോയതാണ്. ബിരിയാണി അരി. ഞാൻ ഈ അരി ഒരു പാത്രത്തിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പാത്രം അരിക്ക് വെള്ളത്തിൻ്റെ കണക്ക് പറയുവാണെങ്കിൽ 1.25 പാത്രത്തോളം വെള്ളം ആവശ്യം വരും. ഞാനിത് അടുപ്പിലാണ് വെക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് 1.25 പാത്രത്തോളം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഗ്യാസിലാണ് വെക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.5 പാത്രം വെള്ളം മതിയാകും. ഒരു പാത്രം ഫുള്ളായിട്ടും എടുക്കണം. പിന്നെ ഒരു 3/4 പാത്രവും വെള്ളമാണ് വേണ്ടത് കേട്ടോ. ഇനി ഞാൻ ഓരോ സാധനങ്ങളുടെയും അളവ് പറയാം. ബിരിയാണി അരി 1 കിലോ, ബീഫ് 1 കിലോ, ഓയിൽ 200 ഗ്രാം, നെയ്യ് 100 ഗ്രാം, സവാള 1/2 കിലോ, ചെറിയുള്ളി 150 ഗ്രാം, ഇഞ്ചി 200 ഗ്രാം, വെളുത്തുള്ളി 200 ഗ്രാം, പച്ചമുളക് 8 എണ്ണം, തക്കാളി 6 എണ്ണം, മല്ലിയില 1 പിടി, പുതിനയില 1.5 പിടി, ചെറുനാരങ്ങ 1.5 എണ്ണം, ഗരം മസാല 1.5 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി 2 സ്പൂൺ, തൈര് 1 ഗ്ലാസ്. ഇത്രയുമാണ് നമുക്ക് വേണ്ട സാധനങ്ങളുടെ അളവ്. ഇനി നമുക്ക് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനു മുന്നായി നമുക്ക് അരി വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാം. ഒരു അരമണിക്കൂറോളം കുതിരാൻ ഇങ്ങനെ വെക്കണം. അത് കഴിഞ്ഞ് നമുക്കിത് വാരി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു കട്ടിയുള്ള ഒരു പാത്രമാണ് കേട്ടോ. ഈ പാത്രം നമുക്ക് ആദ്യം അടുപ്പ് കത്തിച്ച് അതിന് മുകളിലായിട്ട് വയ്ക്കാം. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഞാൻ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ പട്ടയും ഗ്രാമ്പും ഏലവും ഇത് എണ്ണയിലോട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പുതിന ഇലയാണ് കേട്ടോ. ഇവ നന്നായിട്ട് വഴറ്റിയെടുക്കുക. എനിക്ക് അടുപ്പ് കത്തിക്കുന്നതും അതിനകത്ത് പാത്രം വെച്ച് സവാള എണ്ണ ഇടുന്നൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, സോറി. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് പുക പെട്ടെന്ന് കണ്ണിലടിച്ചപ്പോൾ എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, സോറി കേട്ടോ. അപ്പം നമ്മുടെ സവാളയും പച്ചമുളകും പുതിനയിലും എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി വഴന്നു വന്ന ശേഷം നമുക്കിതിലേക്ക് ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. എനിക്കതിവിടെ ഇടാൻ ഞാൻ മറന്നുപോയി, ഞാൻ പിന്നെയാണ് ആഡ് ചെയ്യുന്നത്, അത് ഞാൻ പറയാം. ഈ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ചെറുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അത് നന്നായി വഴന്നു വന്ന ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്ത പേസ്റ്റാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഞാൻ ഇപ്പോഴാണ് ഈ ചെറിയുള്ളി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ മറന്നുപോയി, ഞാൻ നേരത്തെ തന്നെ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇടേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ തക്കാളി വഴന്നു വന്ന ശേഷം നമുക്ക് ചെറിയുള്ളി ചേർക്കാം. അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരണം. ആ സ്റ്റേജ് എത്തുമ്പോൾ നമുക്കിതിലേക്ക് മല്ലി ഇല ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മുടെ ഈ വഴറ്റുന്നതിലാണ് നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് കിടക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഇതും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കുക.
ഗൈസ് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ വയറ്റുന്നതിലാണ് നമ്മുടെ ഈ ബിരിയാണിയുടെ ടേസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ മടി കാണിക്കാതെ വയറ്റുക കേട്ടോ നന്നായിട്ട്. പിന്നെ ഇതുപോലത്തെ ഒരു ചെറിയ ഗ്ലാസ് എടുത്ത് അതിലോട്ട് ഞാൻ തൈര് ഒഴിക്കുകയാണ്. ഈ ഒരു ചെറിയ ഗ്ലാസ്, ഒരു ഗ്ലാസ് മതിയാവും തൈര് കേട്ടോ. അപ്പോൾ ഈ തൈരും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇവയെല്ലാം നന്നായി വഴന്നു വന്ന ശേഷം നമുക്കിതിലേക്ക് ബീഫ് ചേർക്കണം. അപ്പോൾ ഞാനിങ്ങനെ ബീഫ് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ബീഫിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വെച്ച് വേവിച്ച ബീഫാണിത്. ഇത് ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ കേട്ടോ. നമ്മുടെ നേരത്തെ ആ കൂട്ട് നന്നായി വഴന്ന് വന്ന ശേഷം മാത്രമേ ഈ ബീഫ് ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇവയെല്ലാം നന്നായി വഴന്നു വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം തിളയ്ക്കാനായിട്ട് സമയം കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുതിർത്തി വെച്ച അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് പതുക്കെ ഇളക്കി കൊടുക്കാം. പിന്നീട് അടച്ചു വയ്ക്കാം. വീണ്ടും ഞാൻ ഒരു തവണയും കൂടി ഇളക്കി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് അടുപ്പിനകത്തുള്ള തീ ഞാൻ മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ബിരിയാണി റൈസ് ഏകദേശം ഈ ഒരു ഗുളുകുളു എന്നുള്ള ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുപ്പിലുള്ള കനൽ കംപ്ലീറ്റും മാറ്റിയെടുക്കണം കേട്ടോ. തീ കംപ്ലീറ്റും അണഞ്ഞിരിക്കണം. നിങ്ങൾ ഗ്യാസ് അടുപ്പിലാണ് വെക്കുന്നുണ്ടെങ്കിൽ അതിലെ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ നെയ്യ് ഇട്ടതിന് ശേഷം ഒരിക്കൽ കൂടി പതുക്കെ ഇളക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ അടുപ്പിന് അകത്തുള്ള തീ കംപ്ലീറ്റും മാറ്റിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തീയൊന്നും കത്തുന്നില്ല. അതിനുശേഷം ഞാൻ ആ പാത്രത്തിൻ്റെ അടപ്പിന് മുകളിലായിട്ട് കുറച്ച് തീക്കനൽ വാരിയിടുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് ഒരു കല്ലും കൂടി വയ്ക്കുന്നുണ്ട്. ഒരു വെയിറ്റിന് വേണ്ടിയിട്ടുണ്ട് ഞാൻ ആ കല്ല് വയ്ക്കുന്നത്. അങ്ങനെ നമുക്കൊരു 30 മിനിറ്റുകൾക്ക് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പാലക്കാടൻ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷാം.